ദൈവിക വാഗ്ദത്ത നിവർത്തിയുടെ പാതയിൽ ഒരു ദൈവപൈതൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ തലമുറകളുടെ സാക്ഷ്യത്തിന് കാരണമാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണ്. യോർദാൻ പിളർന്ന അത്ഭുതകരമായ പ്രതിഭാസത്തിൽ നിന്നും ദൈവിക ദൂതുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത് പ്രകൃതി മാറ്റത്തിൽ സംഭവിച്ച ഒരു അസാധാരണ സംഭവമല്ല. പിന്നെ എന്താണ്? ഇത് പ്രവചിച്ചതുപോലെയാണ് യോർദാൻ പിളർന്നത്. പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാനിൽ ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായി മുറിയും എന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. അത് പ്രവചിച്ചതുപോലെയാണ് സംഭവിച്ചത്. ഇത് ചരിത്രപരമായ സമയത്തിൻ്റെ കൃത്യതയിലാണ് സംഭവിച്ചത്. യോർദാൻ ഇരുകരകളും കവിഞ്ഞ് ഒഴുകുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഇത് രഹസ്യമായി സംഭവിച്ചതല്ല. ലക്ഷക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ്. ഇത് സംഭവിച്ചത് അല്പമിനിറ്റുകളിലേക്കല്ല. 30 ലക്ഷത്തോളം ജനം അക്കരെ കയറുന്നത് വരെ യോർദാൻ ഇതേ അവസ്ഥയിൽ നിന്നു എന്നത് അത്ഭുതകരമാണ്. ഇത് പ്രകൃതിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇനിയും ഇത് പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാനിൽ ചവിട്ടിയ ഉടൻ യോർദാൻ രണ്ടായി മുറിഞ്ഞു മാറിയതാണ്. യോർദാനിൽ നിന്നും പാദങ്ങൾ പറിച്ച് കരയിൽ വെച്ച ഉടൻ യോർദാൻ വീണ്ടും പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചതാണ്. മറക്കരുത്, അവസാനമായി ഈ പ്രതിസന്ധി കഴിഞ്ഞ് അക്കരെ കയറുമ്പോൾ കരയിൽ നാട്ടിയ കല്ലുകൾ പറയുന്ന സാക്ഷ്യം, നീ അഭിമുഖീകരിച്ച വലിയ പ്രതിസന്ധി നിൻ്റെ തലമുറകളുടെ സാക്ഷ്യമായി മാറുകയാണ്. അതേ ദൈവപൈതലേ, നിൻ്റെ പ്രതിസന്ധി തലമുറകളുടെ സാക്ഷ്യമാക്കി മാറ്റാൻ ദൈവം ശക്തനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.